ഹലോ ഗായ്സ്, എല്ലാവർക്കും അഭിജിത് പ്രകാശ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഡേ 20 ഓഫ് ഹാർഡ് 70 ഡേ ചലഞ്ചിന് ഡേ 20 ആണെന്ന്. ഇപ്പോൾ 20 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ളത് 50 ദിവസം കൂടെ. ഓക്കെ, ഇതൊരു മൈൽ സ്റ്റോൺ ആയിട്ട് നമുക്ക് പറയാം. കാരണം 20 ദിവസം തുടങ്ങി നമ്മൾ ഈ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ജോഗ്രഫി ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു, മോഡേൺ ഇന്ത്യ കംപ്ലീറ്റ് ചെയ്തു, അതുപോലെ തന്നെ പോളിറ്റിയുടെയും എക്കണോമിയുടെയും കുറേ പോർഷൻസ് നോക്കി. ഇപ്പോൾ എന്താ ആൻഷ്യൻ്റ് മീഡിയയിലെ ആർട്ട് ആൻഡ് കൾച്ചറിൻ്റെ കുറേ പോർഷൻസ് എത്തി. ഓക്കെ, അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇത് UPSC സിവിൽ സർവീസ് റിലേറ്റ് ചെയ്യുന്ന ടോപ്പിക്കിലായിരിക്കും ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നോട്ട്സും കാര്യങ്ങളൊക്കെ എൻ്റെ ടെലഗ്രാം ചാനലിൽ കാണും. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ടാർഗറ്റുകളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നു. പറ്റുന്ന അത്രയും മാക്സിമം കംപ്ലീഷൻ റേറ്റിൽ ചെയ്യാൻ നോക്കാം. PYQ ബേസ്ഡ് ആയിട്ട് ചെയ്യുക. അത് എപ്പോഴും പറയുന്ന കാര്യമാണ്. പിന്നെ റിവൈസ് ചെയ്യാൻ സമയത്ത് ആക്റ്റീവ് റീകോൾ എന്ന് പറഞ്ഞ മെത്തേഡ് ഉപയോഗിക്കുക. അത് ഒന്നുകിൽ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുക, റിവൈസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ എന്താ, ബുക്ക് തുറന്ന് നോക്കാതെ ഓർത്തെടുത്ത് റീകോൾ ചെയ്തെടുത്ത് എന്ത് ചെയ്യുക, ടോപ്പിക്കുകൾ കവർ ചെയ്യാൻ നോക്കുക. അങ്ങനെ ആക്റ്റീവ് റീകോൾ ചെയ്ത് റിവിഷൻ ചെയ്യാം. ഓക്കെ, പിന്നെ അടുത്ത് കറണ്ട് അഫയേഴ്സ് ആണെങ്കിൽ നമുക്ക് 30 മുതൽ 60 പേജ് വരെ ഡിസംബർ മാഗസീനിൽ. അപ്പോഴേന് ഏകദേശം നമുക്ക് ആവും. അപ്പോൾ ജൂൺ ആയിട്ടുണ്ട്, അതുപോലെ തന്നെ ഒക്ടോബർ ആയിട്ടുണ്ട്, നവംബർ ആയിട്ടുണ്ട്, പിന്നെ ഇപ്പോൾ ഡിസംബർ ഇപ്പോൾ ഇതുവരെ. ഓക്കെ, 2 ദിവസം കൂടെ കഴിയുമ്പോൾ നമുക്ക് മൺഡേയും ട്യൂസ്ഡേയും കൂടെ ആകുമ്പോൾ നമുക്ക് ഡിസംബറും കഴിയും. പിന്നെ ജാനുവരി, ഫെബ്രുവരി. ആ ഫെബ്രുവരിക്ക് ശേഷം നമുക്ക് PT 365ൻ്റെ ഒരു വെർഷനുണ്ട്. 2 മാസത്തെ ഒരുമിച്ച് 200 പേജിൽ കവർ ചെയ്യുന്ന ഒരു വെർഷനുണ്ട്. അതും കൂടെ ആകുമ്പോൾ കറണ്ട് അഫയേഴ്സ് കംപ്ലീറ്റ് ആവും. ഞാൻ പറയുന്ന കറണ്ട് അഫയേഴ്സ് ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കി പോകുക. എന്നാലും കൂടുതൽ സ്ട്രെസ് കൊടുക്കേണ്ട സ്റ്റാറ്റിക് ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്ത് റിവൈസ് ചെയ്തെടുത്തതിന് ശേഷം അപ്പോൾ കറണ്ട് അഫയർ പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇപ്പോൾ കറണ്ട് അഫയറിൽ ഡെപ്ത് എന്ന് പറഞ്ഞൊരു സാധനം വന്നിട്ട് ഇപ്പോൾ എന്താ, ശ്രീലങ്കയിലെ കടം കൂടുകയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവണം എന്താണ് ഡെപ്ത്, എന്താണ് ഫിസിക്കൽ ഡെഫിസിറ്റ്, അങ്ങനെയുള്ള ടേമുകൾ മനസ്സിലാക്കണം. പിന്നെ ബഡ്ജറ്റ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ പാഠം എക്കണോമിയിൽ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. പോളിറ്റിയിൽ അതിൻ്റെ കുറേ പോർഷൻ പാർലമെൻറ്റിൽ പഠിക്കുകയാണ്. അതൊക്കെ നമുക്ക് കറക്റ്റ് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അതുപോലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ മിക്കവാറും ഇനിയിപ്പോൾ തന്നെ റിവിഷൻ സീരീസ് സ്റ്റാർട്ട് ചെയ്യും. റിവിഷൻ സീരീസിൽ നമ്മൾ മാക്സിമം കാര്യങ്ങൾ PYQ ബേസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനൽ വഴി തന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതിപ്പോൾ ഞാൻ പറഞ്ഞ എനിക്ക് എല്ലാം പറ്റുന്നത് മാക്സിമം ഞാൻ ചെയ്യാം. പറ്റുന്ന എല്ലാ പോർഷൻ ഞാൻ PYQ വെച്ചിട്ട് തന്നെ ചെയ്യാം. കാരണം എന്നാലും നമുക്ക് ഗുണമുള്ളൂ. കാരണം നമ്മൾ എത്ര നോളജ് ഉണ്ടെന്ന് അല്ല കാര്യം, ആ നോളജിനെ നമ്മളെങ്ങനെ ക്വസ്റ്റ്യൻസിലോട്ട് അപ്ലൈ ചെയ്ത് നമ്മൾ ആൻസറിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് കാര്യം. കാരണം അതനുസരിച്ച് നമ്മൾ പ്രിലിംസിൽ മാർക്ക് കിട്ടും. അപ്പോൾ മാക്സിമം നമ്മൾ CSAT പേപ്പറായാലും GS പേപ്പറായാലും നമുക്ക് എന്ത് ചെയ്യാം, റിവിഷൻ സീരീസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നോട്ടിൽ സ്റ്റാർട്ട് ചെയ്യാം. മാക്സിമം ഞാൻ നോക്കാം, പറ്റുന്ന ടോപ്പിക്കുകളൊക്കെ എടുത്ത് തീർത്ത് പോകാൻ നോക്കാം. ആൻഷ്യൻറ്റിൻ്റെ ഞാൻ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ആൻഷ്യൻറ്റിൻ്റെ. അത് നിങ്ങൾ അത് തന്നെ റെഫർ ചെയ്യുക. അതിൽ പ്രീ ഹിസ്റ്റോറിക് പീരീഡ് മുതൽ ഞാൻ ഏകദേശം വേദിക് പീരീഡ് വരെ അതിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വേദിക് പീരീഡിന് ശേഷമുള്ള മഹാജനപദ പീരീഡ്, ബുദ്ധിസം, ജൈനിസം, അതുമുതൽ പിന്നെ അത് അവസാനം ഹർഷവർദ്ധനയുടെ പീരീഡ് വരെയുള്ള കാര്യങ്ങൾ ആൻഷ്യൻ്റ് ഞാൻ ആദ്യം കവർ ചെയ്യും. എന്നിട്ട് മിഡീവൽ, എന്നിട്ട് സമയം കിട്ടുമ്പോൾ ആർട്ട് ആൻഡ് കൾച്ചർ. ഓക്കെ, അതിനുശേഷം മോഡേൺ എനിക്ക് കുറച്ച് സമയം എടുക്കും. കാരണം എനിക്കും കുറച്ച് റെഫർ ചെയ്യാനുണ്ട്, കുറച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ പഠിച്ചിട്ട് പറഞ്ഞു തന്നാലേ നിങ്ങൾക്ക് നന്നായിട്ടത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അതെനിക്ക് കുറച്ച് സമയം എടുക്കും. പറ്റുന്ന പോലെ ഞാൻ എന്ത് ചെയ്യാം, നമുക്ക് ഓരോ ടോപ്പിക്കായിട്ട് റിവൈസ് ചെയ്ത് പോകാം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എൻവയോൺമെൻറ്റ് വരാണെങ്കിൽ എൻവയോൺമെൻറ്റ് എടുക്കുക. അതായത് ആൻഷ്യൻ്റ് മീഡിയയിൽ എടുത്തിട്ട് മിക്കവാറും ഞാൻ ആർട്ട് ആൻഡ് കൾച്ചർ എടുക്കുന്നതിന് മുമ്പ് എൻവയോൺമെൻറ്റ് എടുത്തിട്ട് അങ്ങനെയൊക്കെ വരാം. അതിപ്പം ഞാൻ പോർഷൻ തീരുന്നതനുസരിച്ച് നമുക്ക് റിവൈസ് ചെയ്ത് പോകാം. പിന്നെ എല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് ഈ GSൻ്റെ ബേസിക് ടോപ്പിക്ക് കഴിഞ്ഞ ശേഷം CSATൻ്റെ PYQ റിവൈസ് ചെയ്യാം. CSATൻ്റെ നമ്പർ സിസ്റ്റത്തിൽ 100 കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് റിവൈസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ പെർമിറ്റേഷൻ, കോമ്പിനേഷൻ, പ്രോബബിലിറ്റി, അതിനുശേഷം ഈ കോംപ്രഹെൻഷൻ എങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യണം എന്നുള്ളൊരു കംപ്ലീറ്റ് ആയിട്ടൊരു വീഡിയോ, അല്ലെങ്കിൽ എന്താണ് ഓരോ ടൈപ്പിനും വേണ്ടിയിട്ട് ഓരോ വീഡിയോ നമുക്ക് ചെയ്യാം. അതൊക്കെ നമുക്ക് സമയം കിട്ടുമ്പോൾ ഈ 2 മാസം കറക്റ്റായിട്ട് നമുക്ക് റെഗുലറായിട്ട് ചെയ്തു പോകാം. PYQ അതാണ് നമ്മളെ ഇമ്പോർട്ടൻസ്. നമ്മൾ PYQ മെൻറ്റാലിറ്റിയിലേക്ക് വരിക എന്നുള്ളതാണ്. വേണമെങ്കിൽ നമുക്ക് PYQ ആപ്റ്റിറ്റ്യൂഡ് സെഷൻസും ചെയ്യാം. അതായത് ഒരു വീഡിയോയിൽ നമുക്ക് 100 ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ 2018 അവസാനത്തെ ഒരു 5-6 വർഷത്തെ ഒരു 100 ക്വസ്റ്റ്യൻ വെച്ച് നമുക്ക് എന്ത് ചെയ്തു പോകാം. അപ്പോൾ നമുക്കൊരു ആപ്റ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യും. എങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് നമുക്ക് കുറച്ച് ഐഡിയ കിട്ടും. അങ്ങനെ നമുക്ക് പോകാം. അങ്ങനെ നമുക്കൊരു ആപ്റ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്ത് സ്റ്റാറ്റിക് പോർഷനും PYQ സിലബസ്, പിന്നെ ബേസിക് സിലബസ് കവർ ചെയ്യാനുള്ള നമുക്ക് റിവിഷന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇത്രയും വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് മാക്സിമം ടൂൾ കിറ്റുമായിട്ട് പ്രിലിംസിന് പോകാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇന്ന് വോട്ട് ചെയ്യേണ്ട ദിവസമാണ്. കറക്റ്റായിട്ട് നിങ്ങളെല്ലാവരും വോട്ട് ചെയ്യുക, നിങ്ങൾ റൈറ്റ് എക്സസൈസ് ചെയ്യുക. ഞാൻ വോട്ട് ചെയ്തു, ഞാൻ ഇപ്പോൾ ചെയ്തിട്ട് വന്നിട്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ രാവിലെ തന്നെ പോയി ചെയ്തു. കാരണം പിന്നെ വീഡിയോ വേണം, പിന്നെ ഡെയിലി ടാർഗറ്റുകളുള്ളതുകൊണ്ട് രാവിലെ പോയി ചെയ്തു. നിങ്ങളും ചെയ്യുക, നിങ്ങളുടെ റൈറ്റ് എന്താണെന്ന് എക്സസൈസ് ചെയ്യുക. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ടെലഗ്രാമിൽ ഇട്ടിരിക്കും. റൈറ്റ് വോട്ട് എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ റൈറ്റ് ആണോ, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണോ, ലീഗൽ റൈറ്റ് ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഞാൻ ടെലഗ്രാമിൽ ഇട്ടിരിക്കും. നിങ്ങൾ അവിടെ പോയി അറ്റൻഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ബാക്കിയുള്ള ടോപ്പിക്കുകൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനിയിപ്പം ഉണ്ടാവും.
ഓക്കെ ഓക്കെ താങ്ക് യു.